ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി റഹീന നൌഷാദ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരണത്തിനും തീരദേശ മേഖലയിലെ വിവിധ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 39.33 കോടി രൂപ വരവും 36.67 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരണത്തിനും തീരദേശ മേഖലയിലെ വിവിധ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും മുൻതൂക്കം നൽകുന്നു. പശ്ചാത്തല മേഖലയിൽ ഏറ്റെടുത്ത പദ്ധതികളുടെ പൂർത്തീകരണവും കാർഷിക മേഖലയിലെ പദ്ധതികൾ ആകർഷകമാക്കുന്നതിലൂടെയും ഭരണസമിതിയുടെ അവസാന വർഷ ബജറ്റ് എന്ന നിലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്നതായി പ്രസിഡന്റ് പറഞ്ഞു. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ മേഖലയുടെ ഉണർവിനും മികവുറ്റ ഓഫീസ് സംവിധാനം ഒരുക്കുന്നതിലൂടെ സദ്ഭരണത്തിനും ആക്കം കൂട്ടുന്ന ബജറ്റാണിതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഫ്രണ്ട് ഓഫീസ് ഒന്നാം നിലയിൽ നിന്നും താഴത്തെ നിലയിൽ സൗകര്യമൊരുക്കി പൂർണ്ണ ജനകീയത കൈവരിക്കാനുള്ള പ്രവർത്തനം തൻവർഷം തന്നെ നടന്നു വരുന്നു. ISO നിലവാരം നിലനിർത്തിയിട്ടുള്ള സേവനങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭ്യമാക്കുന്നത്. സദ്ഭരണം ഉൾപ്പെടെ മറ്റു ഭരണ ചെലവുകൾ കൂടിയ 2,07,60,000 രൂപ വകയിരുത്തുന്നു. കൃഷി കാർഷിക മേഖലയിലെ പഴയ പ്രതാപകാലം തിരിച്ചു കൊണ്ടുവരിക എന്നത് അസാധ്യമാണെങ്കിലും നിലവിലെ ലഭ്യമായ മണ്ണിൽ ഫലഭൂഷ്ഠത ഉറപ്പുവരുത്തി ഉൽപാദന വർധനവിലേക്കും കൃഷിയെ സംസ്കാരത്തിന്റെ ഭാഗമാക്കുക എന്ന കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് നാളികേര മേഖലയിൽ വളം നൽകാൻ 8 ലക്ഷം രൂപയും ഉൽപാദന ശേഷി കുറഞ്ഞ തെങ്ങ് മുറിച്ചു മാറ്റി അത്യുൽപാദന തൈ വിതരണത്തിന് 2 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഇടവേള കിറ്റ് വിതരണത്തിനായി 5 ലക്ഷം രൂപയും ടിഷ്യൂ വാഴക്കണ വിതരണവും പുഷ്പകൃഷിയും തണ്ണീർമത്തനും നിലക്കടല കൃഷിയും കുരുമുളക് തൈ വിതരണവും കൗങ്ങിൻ തൈ വിതരണവും ഉൾപ്പെടെ കൃഷിഭവൻ കെട്ടിട പൂർത്തീകരണം ഉൾപ്പെടെ 54,45,000 രൂപ കൃഷി അനുബന്ധ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. മൃഗസംരക്ഷണം മൃഗാശുപത്രികളുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വളർത്തൽ ഉൾപ്പെടെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒഞ്ചിയം മൃഗാശുപത്രി സ്ഥലം വാങ്ങാനുള്ള പദ്ധതി തൻവർഷത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറവ പശു വിതരണത്തിന് ഗുണഭോക്ത വിഹിതം 9 ലക്ഷം രൂപയും അടുക്കള മുറ്റത്തെ കോഴി വിതരണത്തിന് 5,40,000 രൂപയും മരുന്ന് വാങ്ങാൻ 5 ലക്ഷം രൂപ ഉൾപ്പെടെ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ 22,05,000 രൂപ വകയിരുത്തുന്നു. ഭവന പദ്ധതി ഊട്ടൊരുക്കാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂമിയിലുള്ള ഭവനരഹിതരായ എഗ്രിമെന്റ് വെച്ച വീടിന്റെ നിർമ്മാണം പല ഘട്ടങ്ങളിലായി കടന്നു പോവുകയാണ്. ഭവന പദ്ധതിയിലൂടെ ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള ഭൂമി കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്ക് ഭൂമി വാങ്ങാനുള്ള നടപ്പ് വർഷം കൊടുത്തു വരികയാണ്. വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഭവന പദ്ധതിയുടെ പൂർത്തീകരണം ലക്ഷ്യം വെച്ച് സ്റ്റേറ്റ്, ജില്ലാ, ബ്ലോക്ക് ഷെയറുകളും ഹഡ്കോ വായ്പയും ലഭ്യമാക്കി പൂർത്തീകരണം സാധ്യമാക്കും എന്ന പ്രതീക്ഷയിലാണ്. ഭവന പദ്ധതിക്ക് മാത്രമായി 5,72,75,525 രൂപ വകയിരുത്തുന്നു. ക്ഷേമതീരം 2.5 കിലോമീറ്റർ ദൂരം തീരദേശമുള്ള നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 1,200 കുടുംബം മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ ചെയ്തു വരികയാണ്. മത്സ്യബന്ധനത്തിന്റെ കുറവ് ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി തീർക്കുകയാണ്. തീരദേശത്തെ പഠന നിലവാരം ഉയർന്നു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്ക് കാണാം. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണത്തിന് 8 ലക്ഷം രൂപയും PVC വാട്ടർ ടാങ്ക് വിതരണത്തിന് 4 ലക്ഷം രൂപയും വളം നൽകാൻ ഗുണഭോക്ത വിഹിതം ഉൾപ്പെടെ 2 ലക്ഷം രൂപയും പഠനോപകരണത്തിന് 1.5 ലക്ഷം രൂപയും ഉൾപ്പെടെ മത്സ്യബന്ധന അനുബന്ധ സൗകര്യങ്ങൾക്ക് നേരിട്ട് 15 ലക്ഷവും റോഡുകളും പദ്ധതിയും ഉൾപ്പെടെ ക്ഷേമതീരത്തിനായി 3,10,00,000 രൂപയും വകയിരുത്തുന്നു. രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുധീർ മഠത്തിൽ, ശാരദാ വത്സൻ, UM സുരേന്ദ്രൻ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, ജൗഹർ വെള്ളികുളങ്ങര, രഞ്ജിത്ത് MP, ഷജിന കൊടക്കാട്, വിജയ് സന്ധ്യ, CK ചാന്ദ്രി, ശൈലജ, ബിന്ദു വള്ളിൽ, PM രമ്യ, നിരോഷ്, ധനേഷ്, പ്രമീള തുടങ്ങിയ ജനപ്രതിനിധികൾ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ തയ്യിൽ സ്വാഗതം പറഞ്ഞു. നിർവഹണ ഉദ്യോഗസ്ഥാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അക്കൗണ്ടന്റ് ജിഷാദ് നന്ദി പറഞ്ഞു.